ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം കോട്ടയംകാരി മീനുവാ കേട്ടോ. ഞാനിപ്പം മാലിദ്വീപിലുള്ള അറ്റോൾ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലിൽ രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യുക. ഒരു 4 മാസം ആയതേ ഉള്ളൂ കേട്ടോ ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇപ്പം മാലിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ കാണും, അല്ലെങ്കിൽ പ്രോസസ്സിങ് നടക്കുന്നവർ കാണും. അവർക്കിവിടം ഈ ദേശം എങ്ങനെയാണെന്നൊക്കെ അറിയാൻ ആഗ്രഹമുള്ള മനുഷ്യർ കാണും. അവർക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാമെന്ന് വെച്ചു, അത്രേ ഉള്ളൂ കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസസ്സിങ് വളരെ കുറവായിരുന്നേ. എനിക്ക് ഇൻ്റർവ്യൂ കിട്ടി 3 മാസത്തിനുള്ളിൽ എനിക്ക് കയറി പോരാനായിട്ട് സാധിച്ചു. ഒരു ഏജൻസി വഴി നമുക്ക് അപ്ലൈ ചെയ്ത് വേഗം തന്നെ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സാധ്യത നമുക്ക് ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. പിന്നെ OET ലോ സ്കോർ ഉണ്ടെങ്കിലേ നമുക്കത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞ ശേഷം നമുക്ക് 6 മാസത്തിനുള്ളിൽ ഒരു ലൈസൻസ് എക്സാം എഴുതിയെടുക്കണം. ആ ലൈസൻസ് എക്സാം നമുക്ക് 4 പ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുണ്ട്. മിക്കവർക്കും തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടാറുണ്ട്. കിട്ടാത്തവർ വളരെ വിരള എണ്ണാവുന്ന ആൾക്കാർക്കൊക്കെ അങ്ങനെ കിട്ടാണ്ട് പോകാറുള്ളൂ. അതാണ് എനിക്ക് ഏറ്റവും ആദ്യം ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള കാര്യം എനിക്ക് പറയാൻ തോന്നിയത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും സ്ട്രെസ് ഫ്രീ, നമുക്ക് ഒട്ടും സ്ട്രെസ്സില്ല. വളരെ സ്ട്രെസ് ഫ്രീ ആയിട്ട് നമുക്കിവിടെ ജോലി ചെയ്യാൻ സാധിക്കും. കാരണം ഇവിടെ നമ്മുടെ നാടുകളിലെ പോലെ അധികം പോപ്പുലേഷൻ ഇല്ല. പോപ്പുലേഷൻ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ജോലി ഭാരവും കുറവായിരിക്കും. നാട്ടിലെ പോലെ മരിച്ചു കിടന്ന് പണിയേണ്ട ആവശ്യമൊന്നും വരുകയില്ല. പിന്നെ ഇവിടെ ഡോക്ടേഴ്സും നഴ്സുമാരും എല്ലാവരും നല്ല കൂട്ടാണ്. നമ്മളെ ഹരാസ് ചെയ്യാനോ വഴക്കുണ്ടാക്കാനോ അങ്ങനെയൊന്നും ആരും വരത്തില്ല. നമ്മൾ നമ്മുടെ ജോലി ചെയ്യുന്നു, നമ്മുടെ ശമ്പളം വാങ്ങിക്കുന്നു. പിന്നെ മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം, ഈ ജർമ്മൻ പഠിക്കുന്നവർ കാണും, OET എന്നെപ്പോലെ പലവട്ടം തോറ്റിട്ട് വീണ്ടും വീണ്ടും പഠിക്കുന്നവർ കാണും. അങ്ങനെ ഒരു പഠന ഉദ്ദേശമുള്ള ആൾക്കാർക്ക് ഇവിടെ വരുവാണെങ്കിൽ പഠിക്കാൻ ഇഷ്ടം പോലെ സമയമാണ്. അപ്പം ഇവിടെ വന്ന് നമുക്ക് ജോലി, അതായത് നമ്മുടെ കയ്യിൽ പൈസ സമ്പാദിച്ചുകൊണ്ട് തന്നെ നമുക്ക് പഠിച്ച് എവിടെയെങ്കിലും എത്തപ്പെടാനായിട്ട് സാധിക്കും. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഇഷ്ടം പോലെ നമുക്ക് ഫ്രീ ടൈം കിട്ടും. എൻ്റെ ഒരു ഷെഡ്യൂൾ, ഇവിടുത്തെ ഒരു ഷെഡ്യൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആഴ്ചയിൽ 5 ദിവസത്തെ ഡ്യൂട്ടിയേ ഉള്ളൂ, 2 ദിവസത്തെ ഓഫും ഉണ്ട്. 3 ഷിഫ്റ്റാണ്, 8 hours ഡ്യൂട്ടിയാണ്. എൻ്റെ ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 8 തൊട്ട് 4 മണി വരെ ഒരു ഷിഫ്റ്റ്, വൈകിട്ട് 4 തൊട്ട് 12 വരെ ഷിഫ്റ്റ്, നൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 to 8, ഇങ്ങനെ 3 ഷിഫ്റ്റാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് സമയം നല്ലപോലെ കിട്ടും. പിന്നെ ഇനി പറയാൻ പോകുന്ന കാര്യം ആരും തന്നെ പറയത്തില്ല, കാരണം നമ്മുടെ പ്രായവും ശമ്പളവും അങ്ങനെ പറയരുതെന്നല്ലേ പബ്ലിക്കായിട്ട്. എനിക്കിവിടെ എല്ലാം കൂടെ ഒരു 1,00,000 രൂപ അടുത്തൊക്കെ കിട്ടുള്ളൂ, 90,000 അത്രയൊക്കെ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഗൾഫ് രാജ്യങ്ങളിലും യൂറോപ്പിലും ഒന്നും കിട്ടുന്ന പോലെ ഒരു വലിയ തുകയൊന്നും കിട്ടാൻ സാധ്യത കുറവാണ്. എൻ്റെ കാര്യമായിട്ടോ പറയുന്നത്, എല്ലാവർക്കും ഈ അനുഭവമാണോ എന്ന് എനിക്കറിയത്തില്ല. അതിലൊരു 20,000 രൂപയ്ക്ക് ഇവിടുത്തെ ചിലവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ട് ബാക്കി നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു റെമിറ്റൻസ് വെച്ച് നമുക്കൊരു 30,000 25,000 രൂപയ്ക്കുള്ളിൽ ലീഗലായിട്ട് നമുക്ക് നാട്ടിലേക്ക് അയക്കാനായിട്ട് പറ്റത്തില്ല. ഇതൊക്കെയാണ് എനിക്കിവിടെ വന്നിട്ടുള്ള ബെനഫിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ടുള്ളത്. പിന്നെ അല്ലാതെ പറയുവാണെങ്കിൽ ഏറ്റവും അടിപൊളി കാര്യം, നല്ല അടിപൊളി സൂപ്പർ മീൻ കിട്ടും കേട്ടോ. ഒട്ടും വിഷമില്ലാത്ത മീൻ നമുക്ക് സുലഭമായിട്ട് കിട്ടും. പക്ഷെ നാട്ടിലെ പോലെ മത്തി, കിളി അങ്ങനെയൊന്നും കിട്ടില്ല. പക്ഷേ ഇവിടുത്തെ മീനുകളിൽ കിട്ടും. ഇവിടെ കൂടുതലും വറ്റ, പിന്നെ അങ്ങനത്തെ മീനുകളൊക്കെയാണ്. ഇവിടെ വരുമ്പോൾ നെയ്മീൻ അങ്ങനത്തെ എല്ലാം കിട്ടും. അത് അടിപൊളിയാണ്. പിന്നെ കാലാവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 മണി വരെ എപ്പോഴും ചൂടായിരിക്കും, 4 മണിക്ക് ശേഷം നല്ല കാലാവസ്ഥയാണ് കാലാവസ്ഥ. പിന്നെ അന്തരീക്ഷമൊക്കെ വളരെ ഒട്ടും പൊല്യൂഷനല്ല, ആൾക്കാർ കുറവായതുകൊണ്ട് ഒട്ടും പൊല്യൂഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. എപ്പോഴും നല്ല എയറാണ്, ശാന്തമായിട്ട് ശ്വസിക്കാം. നമുക്ക് 4 മണിയൊക്കെ കഴിഞ്ഞ് എങ്ങോട്ട് വേണമെങ്കിലും നടക്കാം, വർക്കൗട്ട് ചെയ്യേണ്ടവർക്ക് വർക്കൗട്ട് ചെയ്യാം. അങ്ങനത്തെയൊക്കെ നല്ല നല്ല കാര്യങ്ങൾ ഇവിടെയുണ്ട്. ഇതൊക്കെ എനിക്ക് എക്സ്പീരിയൻസ് ആയ കാര്യമാണ്. ഇത്രയൊക്കെ പറയുന്നുള്ളൂ തോന്നുന്നു മാലിയെ പറ്റി. മാലിക്ക് എനിക്ക് വന്നിട്ട് എനിക്ക് അനുഭവപ്പെട്ട നല്ല കാര്യങ്ങളാണ്. ഇനി ചെറിയ ചീത്ത വശങ്ങളുമുണ്ട്. ആ ചീത്ത വശങ്ങൾ നല്ല എന്താ പറയുക, അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു നല്ല കാര്യമുണ്ട്, അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് കാണുമല്ലോ. അങ്ങനെ ഉള്ള നെഗറ്റീവ് വീഡിയോസുമായിട്ട് ഞാൻ അടുത്ത വീഡിയോ വരാം. അതുവരെ കോട്ടയംകാരി മീനും ടാറ്റാ, ലവ് യു ഓൾ.